ആണല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എടാ അങ്ങോട്ട് ചെല്ലു. ജോണി ഇവരെന്ന് പറഞ്ഞ ഇപ്പം ഈ സിറ്റിയില് ഈ എല്ലാ ന്യൂസുകളും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇവര് സിറ്റിയിൽ ഒരു ന്യൂസ് റീഡേഴ്സ് ആണ് ഇപ്പൊ സിറ്റിയിലെ. അവരെ പ്രായതല്ലേ രണ്ടാളെയും. ഗർഭശാസ്ത്രത്തിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 20 വർഷം മുമ്പത്തെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് എനിക്ക് 28 കറക്റ്റ്. എടാ നീയില്ലേ ആ കൺമണിയുടെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 30 വയസ്സുണ്ട് അറിയാവോ? കൺമണി എലി അതിന്റെ ഇടക്ക് വന്നുപോയ 2-3 വേറെ നാണുണ്ടാടാ. എന്നിട്ട് 28 പറഞ്ഞിട്ട് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട്. എന്റെ ശരിക്കുള്ള പ്രായം ഇതൊക്കെ എന്റെ 24-ാമത്തെ വയസ്സിൽ നടന്ന കാര്യങ്ങളാണ്. മറ്റേ ചാക്ക് കീറിയിട്ട് പാന്റ് ഇട്ടിട്ട് നടക്കുന്നതാണ്. ആ കൊടലെല്ലാം ഉന്തിട്ടതാ ഉള്ളിലോട്ട്. എല്ലാം കണ്ടില്ലേ സ്ലിം ഫിറ്റ് ഇപ്പോഴും. ആ വയറ്റത്ത് കിട്ടിയിരിക്കുന്ന 1 കിലോ ചാക്ക് ഇറക്കി വെക്കുവോ? അത് ഇറക്കാൻ പറ്റില്ല. അതാണ് ഈ കുപ്പായത്തിന്റെ കൂടെ വരുന്നത്. അത് കൊടവയർ കാണോ? കാരണം സാമാനം കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് ഫിറ്റ്നസ് ആണോ? ഇങ്ങനെ കാണാൻ തോന്നുമ്പോ ഞാൻ ഉള്ളിലേക്ക് വലിക്കും. കാണാൻ തോന്നുമ്പോ ഉള്ളിലേക്ക് വലിക്കുന്നതാ. പിന്നല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളേരെപ്പരെല്ലാം പിടിച്ചു നിക്കണ്ടേ നമുക്ക്. നമ്മുടെ കൂട്ടത്തില് പക്ഷെ ഈ ഒരു സെയിം ഇഷ്യൂ ചന്ദ്രബോസിന് ഫേസ് ചെയ്യേണ്ടി വന്നോണ്ട് അവൻ ജിമ്മിലൊക്കെ പോയി ഫിറ്റ്നസ് ഒക്കെ ആക്കി 6 പാക്ക് ആക്കി. എന്നിട്ടും സാധനം കാണുന്നില്ല. കാണും ഓനുണ്ടെങ്കിലല്ലേ കാണുന്നു. അതാണ് പ്രശ്നം. അതാണ് എനക്കങ്ങനല്ലട്ടാ. നീ അങ്ങനെ പറയല്ലേ. ഇതൊന്ന് സംസാരിച്ച മനസ്സിൽ വെക്കണം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഒരു ആണല്ല, അതൊരു പെണ്ണ, അതെന്റെ ചേച്ചിയാ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലത്തെ ഒരാളാണ്. ഞാനത് പറയാ നിങ്ങളുടെ അടുത്ത്. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത്. എന്താ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കോ? ഹലോ കത്തിപ്പോയി മാറിക്കാനാ. കത്തിയാളടുത്തത് പെട്ടെന്ന് പറഞ്ഞില്ലേ കൂടുതൽ നാളും കത്തും. എടാ ഇത് വന്നടാ. ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കുമല്ലോ. നീ എന്ത് പരിപാടിയല്ലോ നീ കാണിച്ചത്? ജോക്കി നിന്റെ മുടിയുടെ കളർ അതാന്ന് പറഞ്ഞ് ജോക്കിക്ക് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഹലോ